ചക്കക്കുരു വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള നല്ലൊരു ഫ്രൈ ആണ് ഇന്ന് തയ്യാറാക്കി കാണിക്കണത്. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. പിന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു വെള്ള തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ബ്രൗൺ കളറിലുള്ള തൊലി ഉണ്ടല്ലോ, അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ, അത് നല്ലതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി അല്ലി അതിൻ്റെ തൊലിയോട് കൂടിയിട്ട് ചതച്ചിട്ട് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എനിക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം മതി കേട്ടോ പൊടിയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഗരം മസാല പൊടി ചേർക്കാം, അത് നിർബന്ധമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. മസാല പുരട്ടി ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഓയിൽ നല്ലോണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തിട്ടെടുക്കേണ്ടത്. പിന്നെ ഇത് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരണം കേട്ടോ, എന്നാലാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതല്ലെങ്കിൽ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരയ്ക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചക്കക്കുരു നമ്മൾ സാധാരണ പുഴുങ്ങി കഴിക്കാറും പിന്നെ മുരിങ്ങയിലൊക്കെ കറി വയ്ക്കുമ്പോൾ അതിലൊക്കെ ഇട്ടിട്ടൊക്കെ അല്ലേ കഴിക്കാറ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ ചക്കക്കുരു കിട്ടിയാലും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലോണം തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ചക്കക്കുരും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇനി ചക്കക്കുരു കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കും കൂടെ വേണം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.